നിങ്ങൾക്ക് 100 പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് അറിയാം. ഒരു 50 മോട്ടിവേഷണൽ വീഡിയോസ് എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ധാരാളം ബുക്കുകൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ പഠിച്ചതെല്ലാം ശരിക്കും ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കിയിട്ടുണ്ടോ? ഈ ചാനലിൽ തന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ കുറയ്ക്കാൻ, ചെയ്യേണ്ട ജോലികളുടെ പ്രയോറിറ്റി നിശ്ചയിക്കാൻ, പ്ലാനിങ്ങിനായി ടെക്നോളജി നമ്മെ നിയന്ത്രിക്കാതെ ഉപയോഗിക്കാൻ, വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളാക്കി ചെയ്യാൻ, ടൈം ബ്ലോക്സ് ഉണ്ടാക്കാൻ, അർജൻസി വളർത്താൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട ജോലികൾ പൂർത്തിയാക്കുന്നുണ്ടോ? ഒരു ജോലി പോലും ശരിയായി പൂർത്തിയാക്കുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? ഇതാണ് ഇന്നത്തെ വീഡിയോ. ക്യാൻ യു ഫോക്കസ് ഓൺ വൺ തിങ് ആൻഡ് ഫിനിഷ് ഇറ്റ് എന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയും. ആ കഥയുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഫോണായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മനസ്സ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഒരു വിദ്യാർത്ഥി പഠിക്കാനിരുന്നു. അവൻ തീരുമാനിച്ചു, ഇന്ന് എനിക്ക് ഫിസിക്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് തുറന്നു, പെന്നെടുത്തു, പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ഒരു വാട്സാപ്പ് മെസ്സേജ്. അവൻ പറഞ്ഞു, 5 മിനിറ്റ് മാത്രമൊന്ന് നോക്കാം. മെസ്സേജ് നോക്കി, റിപ്ലൈ ചെയ്തു. പിന്നെ മറ്റൊരു മെസ്സേജ്. അത് കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാം, ഒരു റീൽ, അതിനുശേഷം മറ്റൊന്ന്. അങ്ങനെ 5 മിനിറ്റ്, 15 മിനിറ്റായി, 30 മിനിറ്റായി. അവൻ ഫോൺ താഴെ വെച്ചു. ബുക്ക് വീണ്ടും തുറന്നു. പക്ഷേ ഇപ്പോൾ കോൺസെൻട്രേഷൻ പോയി. അവൻ വീണ്ടും വായിച്ചു. ഒരു പാരഗ്രാഫ്. 2 തവണ, 3 തവണ, ഒന്നും മനസ്സിലായില്ല. രാത്രിയായപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഇന്നെനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ സത്യം എന്തായിരുന്നു? അവന് സമയം കിട്ടിയില്ലേ? അല്ല, അവന്റെ ശ്രദ്ധ പല ഭാഗങ്ങളിലേക്കായി ചിതറിപ്പോയി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ വലിയ പ്രശ്നം. വി ഡോണ്ട് ഓൾവേസ് ലാക്ക് ടൈം, വി ഓഫൺ ലാക്ക് അറ്റൻഷൻ. നിങ്ങളൊന്ന് സത്യസന്ധമായി പറയൂ, നിങ്ങൾ പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഫോൺ എത്ര തവണ നോക്കും? 1 തവണ, 5 തവണ, 10 തവണ, അല്ലെങ്കിൽ എണ്ണാൻ പോലും കഴിയില്ലേ? നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്, എനിക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു സമയം 2 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരേ സമയം വാട്സാപ്പ് മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നു, ബുക്ക് വായിക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, TV കാണുന്നു. അപ്പോൾ നിങ്ങൾ 4 കാര്യങ്ങളും 100% ചെയ്യുകയാണോ? അല്ല, നിങ്ങളുടെ അറ്റൻഷൻ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ബിസി ആയിരിക്കുക എന്നാൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നില്ല. ദിവസം മുഴുവൻ ബിസി ആയിരുന്നിട്ടും പ്രധാനപ്പെട്ട ജോലി പൂർത്തിയാകാതെ വരാം. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ഒരു സമയം ഒരു ജോലി. മുഴുവൻ ശ്രദ്ധ കൊടുത്ത് അത് പൂർത്തിയാക്കുക. പിന്നെ അടുത്തത്. ഇനി ഒരു ചോദ്യം. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്തു, പക്ഷേ നിങ്ങൾ ശരിക്കും എത്ര കാര്യങ്ങൾ പൂർത്തിയാക്കി? ഇതാണ് വ്യത്യാസം. ഡൂയിങ് മോർ അല്ല, ഫിനിഷിംഗ് വാട്ട് മാറ്റേഴ്സ്. അതാണ് പ്രധാനപ്പെട്ടത്. ഇനി നിങ്ങൾക്കൊരു 7 ഡേ ചലഞ്ച് തരാം. രാവിലെ ഒരു പേപ്പർ എടുക്കൂ, അതിലെഴുതൂ, ഇന്ന് തീർച്ചയായും പൂർത്തിയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി. എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സമയം അനുസരിച്ച് ഒരു 25 മിനിറ്റ്സ് ഫോൺ മാറ്റിവെക്കൂ, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യൂ. ഓൺലി 1 ടാസ്ക്, അത് പൂർത്തിയാക്കുക. പിന്നെ അടുത്ത ടാസ്ക്. ഇന്ന് തന്നെ ഈ സിമ്പിൾ സിസ്റ്റം ചെയ്യാൻ തുടങ്ങൂ. ചെയ്യേണ്ട ജോലികൾ ചെയ്യാനിരിക്കുമ്പോൾ നോ ഫോൺ, നോ സോഷ്യൽ മീഡിയ, നോ വാട്സാപ്പ്, നോ റാൻഡം സെർച്ച്, നോ മൾട്ടി ടാസ്കിംഗ്. അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും. ഇനി ഒരു 7 ഡേ ചലഞ്ച്. ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ പ്രധാനപ്പെട്ട ജോലികൾക്കായി ഡേ 1 25 മിനിറ്റ്സിന്റെ ടൈം ബ്ലോക്ക് ഉണ്ടാക്കുക. ഡേ 2 25 മിനിറ്റ്സ്, ഡേ 3 30 മിനിറ്റ്സ്, ഡേ 4 30 മിനിറ്റ്സ്, ഡേ 5 45 മിനിറ്റ്സ്, ഡേ 6 45 മിനിറ്റ്സ്, ഡേ 7 1 അവർ. ഓരോ ദിവസവും പ്രധാന ജോലി, ഒരേ സമയത്ത് ഒരു ജോലി മാത്രം. അങ്ങനെ പൂർത്തിയാക്കാൻ ശ്രമിക്കൂ. തീർച്ചയായും നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ വളരെ മികച്ച രീതിയിൽ വർദ്ധിക്കും. സ്റ്റാർട്ട് ലെസ്, ഫോക്കസ് മോർ, ഫിനിഷ് മോർ. പിന്നീട് നമുക്ക് പറയേണ്ടി വരരുത്, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ. സമയമുണ്ട്, പക്ഷേ ഇല്ലാതാകുന്നത് നമ്മുടെ അറ്റൻഷനും ഫോക്കസുമാണ്.
അത് തിരിച്ചു പിടിച്ചാൽ നിങ്ങളുടെ സമയം എവിടെയും പോവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകൂ. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾ എത്ര കാര്യങ്ങൾ തുടങ്ങുന്നു എന്നതല്ല, നിങ്ങൾ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു എന്നതുകൊണ്ടാണ്. 1 ടാസ്ക് 1 ഫോക്കസ് 1 ഫിനിഷ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.